പാക് അധിനിവേശ കശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യയുടെ സൈനിക നടപടി. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ മിറാഷ് വിമാനങ്ങൾ 1000 കിലോ ബോംബ് വർഷിച്ചു. സൈനിക നടപടി പുലർച്ചെ 3:45-ന് 300-ലേറെ പേർ കൊല്ലപ്പെട്ടതായി സൂചന. തകർത്തത് ജെയ്ഷെ മുഹമ്മദ് താവളമെന്ന് ഇന്ത്യൻ സൈന്യം. ഈ വാർത്ത വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജെയ്ഷെ ക്യാമ്പിന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണം അനിവാര്യമായിരുന്നുവെന്നാണ് വിദേശകാര്യ സെക്രട്ടറി പ്രതികരിച്ചത്. ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ചാബേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട സാഹചര്യത്തിലായിരുന്നു നടപടിയെന്നും ആക്രമണത്തിൽ നിരവധി ഭീകരരെ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് നടന്ന ആക്രമണത്തിന്റെയും ഇന്ത്യയുടെ ആസൂത്രണ പദ്ധതിയുടെയും ഒക്കെ ഒരു വിവരണം. ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദികൾ കേന്ദ്രങ്ങളെ ആക്രമിച്ചത്. തീവ്രവാദി കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങളോ മിലിറ്ററി കേന്ദ്രങ്ങളോ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നോൺ മിലിറ്ററി ആക്ഷനാണ് ഇന്ത്യ നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി പിന്നീട് സ്ഥിരീകരിച്ചു. ഈ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബലാക്കോട്ടിലെ ഭീകര കേന്ദ്രം പൂർണ്ണമായും തകർത്തിരിക്കുന്നു. ഈ ആക്രമണത്തിൽ മറ്റ് ജിഹാദികൾ, തീവ്രവാദികൾ, പരിശീലകർ, മുതിർന്ന കമാൻഡർമാർ അടക്കം കൊല്ലപ്പെട്ടു എന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂർ അസ്ഹറിന്റെ സഹോദരിയുടെ ഭർത്താവ് മൗലാന യൂസഫ് അസ്ഹർ നടത്തുന്ന തീവ്രവാദ ക്യാമ്പാണിത്. ഈ ബലാക്കോട്ടിനെ കൂടാതെ മുസ്റാഫാദിലും ചക്കോദിയിലും ഇന്ത്യ ആക്രമണം നടത്തി. 20 മിനിറ്റ് ആയിരുന്നു ആകെ വ്യോമസേനയ്ക്ക് ഈ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി വന്നിരുന്നത്. വിമാനങ്ങളെല്ലാം 12 മിറാഷ് വിമാനങ്ങൾ പങ്കെടുത്തു. പശ്ചിമ വ്യോമസേനയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല. രാത്രിയോടുകൂടി തന്നെ ആക്രമണം കഴിഞ്ഞ് അംബാല വ്യോമ വിമാനത്താവളത്തിൽ ഇവരെല്ലാം സുരക്ഷിതമായി എത്തി എന്നും വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനും ആക്രമണം നടന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സേനാ വക്താവ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതിർത്തി കടന്ന് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിലെത്തി. പക്ഷേ ഇവയെല്ലാം തങ്ങൾ ഭായിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അബദ്ധത്തിൽ ചിലയിടത്ത് ബോംബ് വീണു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ബലാക്കോട്ടിലും മുസ്റഫാബാദിലുമാണ് ആക്രമണങ്ങളെല്ലാം നടന്നതെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ വലിയ ക്ഷീണമുണ്ടാക്കുന്നതാണ്. പാകിസ്ഥാൻ അടിയന്തര യോഗം വിളിച്ചു. ഇമ്രാൻഖാൻ സൈന്യ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം സന്തോഷ്, മറ്റ് പുതിയ വിവരം എന്താണ് ലഭിക്കുന്നത്? പാകിസ്ഥാന്റെ പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന്. ആ രീതിയിൽ ഇപ്പോൾ അവിടെ ചർച്ചകളും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലും എല്ലാ രീതിയിലുമുള്ള ഉന്നതതല യോഗങ്ങളും ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പ്രിയ, ഇന്ത്യയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ക്യാബിനറ്റിന്റെ മന്ത്രിതല സമിതി തന്നെ യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. സൈനികമായി പ്രതിരോധിക്കാനും ഇനി പാകിസ്ഥാൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വന്നാൽ തിരിച്ചടി നൽകാനുമാണ് ഈ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടില്ല. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനോട് ഇന്നലെ നടന്ന അറ്റാക്കിന്റെ വിവരങ്ങളൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഉദ്യോഗസ്ഥതല ചർച്ചകളും നടന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആർമി ചീഫ് ബിപിൻ റാവത്തിനെയും വ്യോമസേനാ തലവൻ BS ധനോവയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ ആക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഈ അതിർത്തിയിലെങ്ങും അതീവ സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരെയൊക്കെ ഒഴിപ്പിച്ചു. വ്യോമസേനയെ കൂടി അതിർത്തി മേഖലകളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ആ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ആക്രമിക്കണം. കൂടാതെ നാവികസേനയും പല ഭാഗത്തും വിന്യസിച്ചിട്ടുണ്ട്. കാരണം കടൽ മാർഗമുള്ള ഒരു ആക്രമണവും പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാനാകട്ടെ അവിടെ ഏറ്റവും വലിയ സഹായ ചൈനയുമായി ഇതിനിടയിൽ ചർച്ച നടത്തി എന്നാണ് വിവരം ലഭിക്കുന്നത്. പാകിസ്ഥാൻ ചൈന വിദേശകാര്യ മന്ത്രിയുമായി ടെലിഫോണിൽ കോൺവെർസേഷൻ നടത്തി. ഈ വ്യോമ ആക്രമണത്തിനുള്ള സാധ്യതകൾ അവർ ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഡൽഹിയിലും കാശ്മീരിലും ഒക്കെ നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റു പോംവഴികൾ ഇല്ലാതെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയും. കാരണം പുൽവാമ സ്ഫോടനത്തിന് ശേഷം വലിയ തോതിൽ അന്താരാഷ്ട്ര പിന്തുണ ഇന്ത്യക്ക് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അവർക്ക് മനസ്സിലാകും. കാരണം മറ്റു വഴികളില്ലാതെ പോയി. ഇനിയും തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനായിരുന്നു ജെയ്ഷെ തയ്യാറെടുത്തിരുന്നത്. തകർത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ കൂടുതൽ ജീവനുകൾ നഷ്ടമാകും. അതാണ് ഇപ്പോൾ ഇന്ത്യ ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. നേരത്തെ ഇതിനു മുമ്പൊക്കെ എപ്പോഴും കരസേന ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ അത് മാറി വ്യോമസേന ഉപയോഗിച്ച ആക്രമണം
300ഓളം ഭീകരർ കൊല്ലപ്പെട്ടതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. ജയ്ഷെ ക്യാമ്പിന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണം അനിവാര്യമായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി. ജയ്ഷെ മുഹമ്മദ് വീണ്ടും ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട സാഹചര്യത്തിലായിരുന്നു നടപടി. ആക്രമണത്തിൽ നിരവധി ഭീകരരെ ഇല്ലാതാക്കിയെന്നും വിജയ് ഗോഖലെ പറഞ്ഞു. India struck the biggest training camp of the Jaish-e-Mohammed in Balakot. In this operation, a very large number of Jaish-e-Mohammed terrorists, trainers, senior commanders and groups of jihadis who were being trained for Fidaiin action were eliminated. This facility at Balakot was headed by Maulana Yusuf Azhar, alias Ustad Ghori, the brother-in-law of Masood Azhar, chief of the JEM. This non-military preemptive action was specifically targeted at the Jaish-e-Mohammed camp. അയോധ്യ കേസിൽ സമവായ സാധ്യത പരിശോധിച്ച് സുപ്രീംകോടതി. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. ഒത്തുതീർപ്പിന് മധ്യസ്ഥൻ വേണമോ എന്നതിൽ അടുത്ത ചൊവ്വാഴ്ച സുപ്രീംകോടതി വ്യക്തത വരുത്തും. തർജ്ജമ ചെയ്ത രേഖകളിൽ കക്ഷികളുടെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി 6 ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശരത്ത്, ഇന്ന് സുപ്രീംകോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യത പരിശോധിക്കുകയാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. ആ സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത പരിശോധിച്ചുകൂടെ, ആ സാധ്യത പരിഗണിച്ചുകൂടെ എന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു സൂചന ആദ്യം നൽകിയത്. പിന്നീട് അദ്ദേഹം മറ്റ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായത്. സിവിൽ പ്രൊസീജിയർ കോഡിലെ വകുപ്പ് 89-ാം വകുപ്പ് പ്രകാരം അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ചർച്ചകളിലൂടെ ശ്രമം നടക്കുമ്പോൾ തന്നെയും മധ്യസ്ഥ ചർച്ചകൾ സംബന്ധിച്ച് എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനമെന്ന് ഇന്ന് വ്യക്തമാക്കിയിട്ടില്ല കോടതി. മാർച്ച് 5-ന് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകാമെന്നുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മധ്യസ്ഥം വഹിക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രഹസ്യമായി വെക്കുന്നു എന്നുള്ളത് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു നീക്കത്തോട് മധ്യസ്ഥ ചർച്ച വിശാലമായ അർത്ഥത്തിലാണ് എങ്കിൽ അത് അംഗീകരിക്കാമെന്നുള്ള നിലപാടായിരുന്നു സുന്നി വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ രാജീവ് ധവാന്റെ നിലപാട്. അതേസമയം തന്നെ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനായ CS വൈദ്യനാഥൻ ഇതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. നിർമോഹി അക്കാരെയും ഏതാണ്ട് ഈ മധ്യസ്ഥ ചർച്ചകളോട് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേസിൽ ഇന്ന് പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഇന്ന് എന്തായിരിക്കും സുപ്രീം കോടതി അന്തിമവാദം കേൾക്കുന്നതിന്റെ തീയതി വ്യക്തമാക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ഇന്നുണ്ടായിരുന്നു. എന്നാൽ ഉത്തർപ്രദേശ് സർക്കാർ കേസുമായി ബന്ധപ്പെട്ട വിവിധ രേഖകളുണ്ട്. ആ രേഖകളുടെയൊക്കെ തന്നെ തർജ്ജമ വിവിധ ഭാഷകളിലുള്ള രേഖകളായതിനാൽ തന്നെ തർജ്ജമ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ആ തർജ്ജമ ഇതേവരെയായി സുന്നി വഖഫ് ബോർഡ് അഭിഭാഷകനായ രാജീവ് ധവാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തർജ്ജമയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സുന്നി വഖഫ് ബോർഡ് തയ്യാറായതിനെ തുടർന്ന് തർജ്ജമ വിഷയത്തിലുള്ള അഭിപ്രായ ഐക്യം ഉണ്ടായതിനു ശേഷം മാത്രമേ കേസ് പരിഗണിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് സുപ്രീം കോടതി കണക്കാക്കുകയായിരുന്നു. തുടർന്ന് ഈ സുപ്രീം കോടതിയുടെ രജിസ്ട്രി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അഭിഭാഷകർക്ക്, എല്ലാ കക്ഷികളുടെയും അഭിഭാഷകർക്ക് 6 ആഴ്ചത്തെ സമയമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ 6 ആഴ്ച കൊണ്ട് വിവരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും പിന്നീട് ഇനി കേസ് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിൽ തർജ്ജമയുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സുപ്രീം കോടതി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു സുപ്രീം കോടതിയുടേത്. വാദം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തർജ്ജമ വിഷയത്തിന്റെ പുറത്ത് ഒരു എതിർപ്പ് ഉന്നയിക്കുന്നത് ശരിയാകില്ല. അത്തരത്തിൽ സുപ്രീം കോടതിയുടെ സമയം കളയുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് 6 ആഴ്ചത്തേക്ക് കൂടി ഇപ്പോൾ കേസ് നീട്ടിയിരിക്കുന്നത്. ഇതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അയോധ്യ കേസുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീർപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും മാർച്ച് 5-ന് ഏത് രീതിയിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കാണ് സുപ്രീം കോടതി താല്പര്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും. ശരി, വിവരങ്ങളാണ് ശരത്ത് നൽകിയത്. UDF ഉഭയകക്ഷി ചർച്ച കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. 2ാം സെറ്റിൽ പ്രതീക്ഷയുണ്ടെന്ന് PJ ജോസഫ്. എല്ലാം നേരത്തെ പറഞ്ഞതാണെന്നും PJ ജോസഫ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ചർച്ച തുടരുകയാണോ? അവിടെ നിന്ന് ലഭിക്കുന്ന എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്താണ്?
പ്രിയ, UDF ഉഭയകക്ഷി ചർച്ച പുരോഗമിക്കുകയാണ്. ഘടകകക്ഷികളുമായി വെവ്വേറെയാണ് UDF നേതാക്കൾ ചർച്ച നടത്തുന്നത്. ആദ്യം മുസ്ലിം ലീഗുമായാണ് ചർച്ച നടത്തിയത്. ചർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് നേതാക്കളായ കുഞ്ഞാലിക്കുട്ടിയും മജീദ് അടക്കമുള്ള നേതാക്കൾ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ആദ്യഘട്ട ചർച്ച മാത്രമായിരുന്നു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ചർച്ചകൾ ഇനിയും തുടരും. ചർച്ച അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നോ എന്നത് സംബന്ധിച്ച് പ്രതികരിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. ഏതായാലും മുസ്ലിം ലീഗുമായുള്ള ആദ്യഘട്ട ചർച്ച മാത്രമാണ് കഴിഞ്ഞത് എന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ച് അദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കേരള കോൺഗ്രസുമായി ചർച്ച നടത്തുകയാണ്. കേരള കോൺഗ്രസുമായുള്ള ചർച്ച തന്നെയാണ് ഏറ്റവും നിർണായകമായത്. അധിക സീറ്റിന് അവകാശവാദം മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളതാണ് ഏകദേശം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് ഉറച്ച നിലപാടിലാണ്. ഈ ചർച്ചയ്ക്ക് മുൻപ് PJ ജോസഫ് അകത്തേക്ക് കയറുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്, രണ്ടാമത് ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിച്ചത് അംഗീകരിക്കും എന്നാണ് പ്രതീക്ഷ എന്നും PJ ജോസഫ് പറയുകയുണ്ടായി. മറ്റൊന്നും കൂടുതലായി പറയാനില്ല, എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും PJ ജോസഫും കെ മാണിയും ഉൾപ്പെടെയുള്ളവരുമായി രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ, ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയാണ്. ഈ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഈ ഒരു ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകില്ല. കാരണം രണ്ടാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത്. PJ ജോസഫാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നതാണ് മനസ്സിലാക്കുന്നത്. കെ മാണി പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെങ്കിലും PJ ജോസഫ് ഉറച്ച നിലപാടിൽ തന്നെയാണ്. അത് ഇന്നലെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അധിക സീറ്റ് നൽകേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിന്റെയും നിലപാട്. ആ ഒരു നിലപാട് ഇന്ന് ഈ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസിനെ അറിയിക്കും എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UDF കൺവീനർ ബെന്നി ബെഹനാൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത് അധിക സീറ്റ് നൽകുന്നത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ബെന്നി ബെഹനാൻ വ്യക്തമാക്കിയത്. ആ ഒരു തീരുമാനം തന്നെ ആയിരിക്കും കേരള കോൺഗ്രസിനെ അറിയിക്കുക. അത് ഇന്ന് കേരള കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചകൾ ഇനിയും നീളും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കിയാൽ ഇന്ന് തന്നെ രണ്ടാം വട്ട ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടെ മറ്റൊരു കാര്യമുള്ളത്, UDFിലെ ഘടകകക്ഷിയായ CMP അല്പം മുമ്പ് ഉഭയകക്ഷി ചർച്ചയ്ക്കായി വന്നു. അവർ ലോക്സഭാ സീറ്റ് നേരത്തെയും ആവശ്യപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് CMP ഒരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് ഉഭയകക്ഷി ചർച്ചയിൽ CMP നേതാവായ CT ജോൺ അക്കാര്യം UDF നേതാക്കളെ അറിയിച്ചതായി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്ന് തങ്ങൾക്ക് വേണം എന്ന അവകാശവാദമാണ് CMP ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതുകൂടാതെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും ഒരു സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ജേക്കബ് വിഭാഗവുമായി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഘടകകക്ഷികൾ എല്ലാവരും തന്നെ അധിക സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിൽ മുസ്ലിം ലീഗും ഒരുപക്ഷെ ജേക്കബ് ഗ്രൂപ്പും വിട്ടുവീഴ്ച ചെയ്യുമെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ഇനിയും നീളും. ഇന്നത്തെ ഉഭയകക്ഷി ചർച്ച പേരിന് മാത്രമായി ചുരുങ്ങാനാണ് സാധ്യത. പ്രിയ, ശരി. UDF ഉഭയകക്ഷി ചർച്ച കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. രണ്ടാം സീറ്റിൽ പ്രതീക്ഷയുള്ളത് PJ ജോസഫ് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ചർച്ച പുരോഗമിക്കുക തന്നെയാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ഉത്തരമേഖലാ ജാഥയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ. ജാഥ ഇന്ന് പാലക്കാട്ടേക്ക് കടക്കും. വിവരങ്ങളുമായി സ്വാലിക് ചേരുകയാണ്. സ്വാലിക്, ഇപ്പോൾ ജാഥ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എവിടെയെല്ലാം സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു? പ്രിയ, LDF വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. ഇന്ന് രാവിലെ അരീക്കോട്ട് നിന്നാണ് ജാഥ ആരംഭിച്ചത്. അരീക്കോട് ആയിരുന്നു ആദ്യ സ്വീകരണം. ഉച്ച കഴിഞ്ഞ് വണ്ടൂർ, നിലമ്പൂർ എന്നിവിടങ്ങളിൽ സ്വീകരണമുണ്ട്. വൈകിട്ട് പെരിന്തൽമണ്ണയാണ് സമാപനം. നാളെ രാവിലെ പാലക്കാട് ജില്ലയിലേക്ക് ജാഥ കടക്കും. മറ്റു ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ വലിയ ഒരു ജനത്തിരക്കും ആവേശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. 12 കേന്ദ്രങ്ങളിലാണ് മലപ്പുറം ജില്ലയിൽ സ്വീകരണം ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഐക്കരപ്പടിയിൽ, ജില്ലാതിർത്തിയായ ഐക്കരപ്പടിയിൽ നിന്ന് ജാഥ സ്വീകരിച്ചത് മുതൽ വലിയ തോതിലുള്ള വനിതാ പങ്കാളിത്തവും മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും വടക്കൻ മേഖലാ ജാഥയുടെ പര്യടനം ഇന്ന് മലപ്പുറം ജില്ല പൂർത്തിയാക്കുകയാണ്. ശരി, വിവരങ്ങളാണ് സ്വാലിക് നൽകിയത്.
CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് തോട്ടം തൊഴിലാളികൾ നൽകിയത് ഊഷ്മള സ്വീകരണം. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ വണ്ടിപ്പെരിയാറിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. പ്രവാസികൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ഏറെ അഭിനന്ദനീയമെന്നും ഗൾഫിലെ സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കേരള സർക്കാരിന്റെ 1000 ദിവസത്തെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ദുബായിൽ സംഘടിപ്പിച്ച ചർച്ചയിലാണ് രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സംഘടനാ നേതാക്കൾ പിണറായി സർക്കാരിനെ അനുമോദിച്ചത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ഇതിനകം നടപ്പാക്കിയ പദ്ധതികൾ ഏറെ പ്രയോജനപ്രദമാണെന്ന് ദുബായിൽ നടന്ന ചർച്ചയിൽ അഭിപ്രായമുയർന്നു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ UAE-യിലെ പോഷക സംഘടനകളുടെ നേതാക്കളും സർക്കാരിനെ പ്രശംസിച്ചു. കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷറഫ് ചർച്ച നയിച്ചു. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ പ്രവാസികൾക്കായി നൽകിയതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത നോർക്ക ഡയറക്ടറും ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് സഭാംഗവുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. പ്രവാസികളുടെ ക്ഷേമത്തിനായും പുനരധിവാസത്തിനായും സർക്കാർ നടത്തുന്ന പദ്ധതികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ ഒരു കാര്യം വന്നതോട് കൂടിയിട്ട് നമുക്ക് ഒന്ന് തീരുമാനിക്കാവുന്നത്, ഇത് വളരെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കണക്കാക്കുന്നുണ്ട്. ഈ 48 നിർദ്ദേശങ്ങളിൽ നിന്ന് ആറ്റിക്കുറുക്കി 10 എണ്ണം എടുത്തു. ആ 10 എണ്ണം അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നുള്ളത് ഉറപ്പാണ്, ഇതെന്ത് സംഭവിച്ചു. അതിൻ്റെ ഇടയിൽ ഇനിയും നമ്മളിപ്പോൾ ഈ ഒരു സബ് കമ്മിറ്റികൾ കൂടിക്കൊണ്ട് അടുത്തൊരു വർഷം ഇനിയും പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്യാം. ഇതേപോലെ മീറ്റിംഗ് വിളിക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അത് ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ തന്നെ ഈ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ അടുത്ത സബ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഓരോരോ സബ് കമ്മിറ്റിയിലും പെട്ട ആൾക്കാരെ കൊണ്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പലതും നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചും കിട്ടുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോർക്ക ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ OV മുസ്തഫ നോർക്കയുടെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗവുമായ കൊച്ചുകൃഷ്ണൻ, ഇൻകാസ് UAE പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരി, സാമൂഹിക പ്രവർത്തകൻ അഷറഫ് താമരശ്ശേരി, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം, KMCC UAE ജനറൽ സെക്രട്ടറി ഇബ്രാഹിം എളേറ്റിൽ, അഡ്വക്കേറ്റ് അഞ്ജലി, ലോക കേരള സഭാംഗവും മാധ്യമപ്രവർത്തകനുമായ ഐസക് ജോൺ പട്ടാണി പറമ്പിൽ, സാമൂഹിക പ്രവർത്തകൻ കുഞ്ഞു മുഹമ്മദ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവർ മുന്നോട്ട് വച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിൻ പാളം തെറ്റി ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് മീലിന്റെ 2 ബോഗികളാണ് പാളം തെറ്റിയത്. ആളപായമില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ എഞ്ചിനു പിന്നിലെ 2 ബോഗികൾ പാളം തെറ്റുകയായിരുന്നു. യങ് സ്കോളേഴ്സ് കോൺഗ്രസിന്റെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് മന്ത്രി KT ജലീൽ നിർവഹിച്ചു. CP നാരായണൻ, J പ്രസാദ്, K ശിവദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അറിവിന്റെ ആഘോഷം, മാറ്റത്തിനുള്ള വിളി എന്ന മുദ്രാവാക്യമാണ് യങ് സ്കോളേഴ്സ് കോൺഗ്രസ് ഉയർത്തുന്നത്. അടുത്ത മാസം 16, 17 തീയതികളിൽ തിരുവനന്തപുരത്താണ് കോൺഗ്രസ് നടക്കുക. ഗവേഷകർ, യുവ കായിക താരങ്ങൾ, IT വിദഗ്ധർ, നവസംരംഭകർ തുടങ്ങി 1000ഓളം ഡെലിഗേറ്റുകളാണ് കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1000 ദിനങ്ങൾക്കുള്ളിൽ വിതരണം ചെയ്തത് 937.45 കോടി രൂപ. 2.57 ലക്ഷം പേർക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം അനുവദിച്ചത്. ഓഖി, പ്രളയ ദുരിതാശ്വാസ സഹായം എന്നിവ കൂടാതെ വിതരണം ചെയ്തതാണ് ഈ തുക. മുൻ സർക്കാർ 5 വർഷത്തിനകം നൽകിയതിനേക്കാൾ തുക 1000 ദിവസത്തിനുള്ളിൽ പിണറായി സർക്കാർ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ 1000 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഓഖി, പ്രളയ ദുരിതാശ്വാസം എന്നിവ കൂടാതെ 947.45 കോടി രൂപയാണ് ജനങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുവാനുള്ള ദുരിതാശ്വാസ നിധിയുടെ നിബന്ധനകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 1000 ദിവസങ്ങൾക്കുള്ളിൽ വരുത്തി. ദുരിതാശ്വാസ സഹായം ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്നും 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് അനുവദിക്കുവാൻ കഴിയുന്ന ധനസഹായ പരിധി 3 ലക്ഷമായി ഉയർത്തി. ഗുരുതരമായ ക്യാൻസർ ചികിത്സയ്ക്കും അവയവദാന ശസ്ത്രക്രിയയ്ക്കും 3 ലക്ഷം രൂപ വരെ ധനസഹായം നൽകി. കൂടാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ നൽകാം. ഇത്തരത്തിൽ സംവിധാനമൊരുക്കിയത് ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി. കൂടാതെ അപേക്ഷയുടെ പുരോഗതി നിരീക്ഷിക്കുവാൻ അപേക്ഷകന് സാധിക്കുമെന്നതും ഓൺലൈൻ സംവിധാനത്തിന്റെ പ്രത്യേകതയായിരുന്നു. കുറ്റമറ്റ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അപേക്ഷാ പരിശോധനാ സംവിധാനം നിലവിൽ വന്നതിനാൽ നടപടികൾ വേഗത്തിലായി. തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങിയാൽ ദിവസങ്ങൾക്കകം അക്കൗണ്ടിൽ പണമെത്തും.
ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ ദുരിതബാധിതർക്കുള്ള സഹായം വേഗത്തിൽ അക്കൗണ്ടിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എക്സ്പോ മാർക്ക് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ബ്യൂട്ടി വെഡ്ഡിംഗ് എക്സ്പോ വൈറ്റില ഗോൾഡ് സൂക്കിൽ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവും നടി നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ഇവന്റ് മാനേജ്മെന്റ് മുതൽ ജ്വല്ലറികൾ വരെയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ 100ഓളം സ്റ്റാളുകളാണ് മേളയിൽ പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി വെഡ്ഡിംഗ് എക്സ്പോ 27-ന് സമാപിക്കും. അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഗ 2019 പോസ്റ്റർ ലോഞ്ച് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ നടന്നു. മസാല കോഫി ഫെയിം സൂരജ് സന്തോഷ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലും അഹല്യ അക്കാദമിക്സ് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീ മഹാദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കൈരളി ടിവിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സാഗ 2019 മാർച്ച് 3-ന് വൈകുന്നേരം 6 മണിക്ക് അഹല്യ ക്യാമ്പസിൽ നടക്കും. മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിൽ പ്രമുഖരായ നിരവധി കലാകാരന്മാർ അണിനിരക്കും. പിട്ടാപ്പിളിൽ ഗ്രൂപ്പിന്റെ പുതിയ ഗൃഹോപകരണ ഷോറൂം പാലക്കാട് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ഷോറൂമിൽ ലഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് 50% ഡിസ്കൌണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂൾ സമ്മർ ഓഫർ പ്രകാരം എസികൾക്ക് പ്രത്യേക വിലക്കുറവും ലഭിക്കും.